നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്തായിരുന്നു? The sum of percentage of two persons A and B is 60. If the age of A is twice that of B, find the ratio of their ages 5 years hence, 5 years after. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലെ റേഷ്യോയും ഒരു കാലഘട്ടത്തിലെ അവരുടെ സമ്മോ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും തന്നാൽ എങ്ങനെ ചെയ്യാം? ഒരുപാട് മെത്തേഡിൽ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന 2 മെത്തേഡ് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അതായത് എയും ബിയും നമ്മൾ എടുക്കുന്നു, എയും ബിയും ആണ് ആൾക്കാർ. ഇനി പറയുന്നു നമ്മൾ ആദ്യം അതിന്റെ റേഷ്യോ നോക്കാം. ഇഫ് ദ ഏജ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി, ബിക്ക് എക്സ് ഏജ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എയുടെ ഏജ്. ഓക്കെ, ഇഫ് ദ ഏജ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി, ബിക്ക് എത്ര ഉണ്ടോ അതിന്റെ 2 ടൈംസ് ആയിരിക്കും എന്ത് എയുടെ ഏജ്. അതായത് ബിക്ക് എത്ര ഏജ് ഉണ്ടോ അതിന്റെ 2 ടൈംസ് ആയിരിക്കും എയുടെ ഏജ്. ബിക്ക് എക്സ് ഏജ് ഉണ്ടെങ്കിൽ എക്ക് എത്ര ഉണ്ടാവും? 2x ഏജ് ഉണ്ടാവും. അപ്പൊ നോക്കിയേ, മനസ്സിലായി? ഇഫ് ദ ഏജ് ഓഫ് എ ഈസ് 2 ടൈംസ് ദാറ്റ് ഓഫ് ബി എന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് അവരുടെ ഏജ് കിട്ടി. അപ്പോൾ എയുടെ ഏജ് 2x ആണെന്നറിയാം, ബിയുടെ ഏജ് എക്സ് ആണെന്നറിയാം. ഇനി നിന്ന് നമ്മൾ നോക്കുന്നത് സം ഓഫ് ദെയർ പ്രസന്റ് ഏജ് ഓഫ് 2 പേഴ്സൺ ഈസ് 60. നമുക്കറിയാം ഇവരുടെ ഏജിന്റെ സം 2x പ്ലസ് എക്സ് എത്രയാണെന്നറിയാം? 60 ആണെന്നറിയാം. എങ്കിൽ 3xന്റെ വാല്യൂ 60 എന്ന് കിട്ടി, എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? എക്സ് ഈക്വൽ 60/3 20 എന്ന് കിട്ടി. എക്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു? ബിന്റെ ഏജ് ആണ്. നമുക്ക് എന്താ വേണ്ടത്? അവരുടെ റേഷ്യോ ആണ് വേണ്ടത്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ബി കിട്ടി 20 എന്ന്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് എ നമുക്ക് എത്ര കിട്ടി? അതിന്റെ ഡബിൾ ആണ് എയുടെ ഏജ്. അപ്പം എയുടെ ഏജ് എത്ര കിട്ടി? 2 × 20 40 എന്ന് കിട്ടി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എയും ബിയും കിട്ടി, പെർസെൻറ്റേജ് ഓഫ് എയും ബിയും കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് ദ റേഷ്യോ ഓഫ് ദ ഏജസ് 5 ഇയേഴ്സ് ആഫ്റ്റർ. 5 ഇയേഴ്സ് ആഫ്റ്റർ ആണ് വേണ്ടത്. എങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് എയുടെ ഏജ് എത്രയായിരിക്കും നോക്കാം. പെർസെൻറ്റേജിൽ എയുടെ ഏജ് എത്രയായിരുന്നു? 40 ആയിരുന്നു. ആഫ്റ്റർ 5 ഇയേഴ്സ് എ എത്രയാവും? 45 ആവും. അത് കണക്കിന് ആഫ്റ്റർ 5 ഇയേഴ്സ് ബി എത്രയാവും? ഇപ്പോൾ ബിയുടെ ഏജ് 20 ആയിരുന്നു, 20 എത്രയാവും? 25 ആവും. എങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് ദർ റേഷ്യോ ഓഫ് ദെയർ ഏജസ്, ആഫ്റ്റർ 5 ഇയേഴ്സിൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 45:25 ആണ്. അതായത് എത്ര കിട്ടും? 9:5 എന്ന് കിട്ടും. ഇതായിരിക്കും എന്റെ ആൻസർ. മനസ്സിലായോ? സാധാ സിമ്പിൾ മെത്തേഡ് ചെയ്താൽ മതി. അതായത് അവരുടെ ഏജിന്റെ വാല്യൂസിനെ നമ്മളൊരു എക്സ് വാല്യൂ ഇക്വേറ്റ് ചെയ്യുന്നു, എക്സ് ഇട്ട് കൊടുത്തു. ബിയുടെ ഏജ് എക്സ് ആണെങ്കിൽ എയുടെ ഏജ് അതിന്റെ ഡബിൾ ആയിരിക്കും. അത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കിട്ടുന്നു. ആ എക്സിന്റെ വാല്യൂ എടുത്തപ്പോൾ പെർസെന്റേജ് ഓഫ് എയും ബിയും കിട്ടി. പെർസെന്റേജ് ഓഫ് എയും ബിയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 5 ഇയേഴ്സ് ഹെൻസിലുള്ള വാല്യൂ ആണ്. പ്ലസ് ഒരു 5 ഇയേഴ്സ് കൂടി കൊടുക്കുന്നു, അതിന്റെ റേഷ്യോ എടുക്കുന്നു. അതല്ലേ ആൻസർ. നോക്കിയേ, ഈ ഒരു മെത്തേഡിലും ചെയ്യാം. അതല്ലാണ്ട് വേറെ 2 മെത്തേഡുണ്ട്. അത് നമുക്ക് വീണ്ടും ചെയ്യാം. കുറച്ച് അധികം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇതേ മോഡ് ഓഫ് പാറ്റേൺ ആണ്. എന്തായിരുന്നു? റേഷ്യോ ഓഫ് ഫാദേഴ്സ് ഏജ് ടു സൺസ് ഏജ് ഇസ് 3:1. ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഈസ് 147. ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 5 ഇയേഴ്സ് വിൽ ബി. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഇവിടെ സമ്മിന് പകരം എന്ത് വരുന്നു? പ്രൊഡക്റ്റ് വരുന്നു. ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ നോക്കുന്നു ഫാദറിന്റെയും സണ്ണിന്റെയും ഏജിന്റെ റേഷ്യോ എത്രയായിരുന്നു? 3:1 ആയിരുന്നു. എങ്കിൽ ഫാദറിന്റെ ഏജ് ഞാൻ എത്രയായിട്ട് വിചാരിച്ചു? പെർസെന്റേജിൽ 3x ആയിട്ടും സണ്ണിന്റെ ഏജ് എന്തായിട്ട് വിചാരിച്ചു? 1x ആയിട്ടും വിചാരിച്ചു. എങ്കിൽ ഇവരുടെ ഏജിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 3x × 1x എന്ന് വെച്ചാൽ എത്ര കിട്ടും? 3x² എന്ന് കിട്ടും. 3x × 1x, 3x × x, 3x² എന്ന് കിട്ടും. 3x² = എത്ര കിട്ടി? 147 എന്ന് കിട്ടി. എങ്കിൽ x² വാല്യൂ 147/3. 147/3 എത്ര കിട്ടും? 49 എന്ന് കിട്ടും. 14/3 4 × 3 12 കിട്ടും. 27 9 × 3 27 എന്ന് കിട്ടും. എങ്കിൽ x² 49 കിട്ടി. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിൽ +or -7 കിട്ടും. പക്ഷെ നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം മതി, കാരണം നമുക്ക് ഏജ് അല്ലേ വേണ്ടത്. അപ്പൊ x 7 കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ സണ്ണിന്റെ പെർസെന്റേജ് കിട്ടി. നമുക്ക് എന്താ വേണ്ടുന്നത്? ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് 5 ഇയേഴ്സ് ആഫ്റ്റർ 5 ഇയേഴ്സ്. ആഫ്റ്റർ 5 ഇയറിൽ അവരുടെ ഏജിന്റെ റേഷ്യോ വേണ്ടത്. അപ്പൊ സണ്ണിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടി 7 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഫാദറിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? പെർസെന്റേജ് ഓഫ് ഫാദർ എത്രയായിരിക്കും? 3 × x 21 കിട്ടും. അപ്പൊ ഫാദറിന്റെ പെർസെന്റേജ് എത്ര കിട്ടി? 21 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് അവരുടെ റേഷ്യോ ഫാദർ ഈസ് ടു സൺ ആഫ്റ്റർ 5 ഇയേഴ്സ് എത്രയായിരിക്കും? ഇപ്പൊ അവരുടെ ഏജ് 20 ആണ്, 7 അല്ലേ? ആഫ്റ്റർ 5 ഇയേഴ്സ് 21 എത്രയാവും? 26 ആവും. സണ്ണിന്റെ ഏജ് എത്രയായിരിക്കും? 7 + 5 12 ആവും. 26:12 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്ര കിട്ടും? 13:6 എന്ന് കിട്ടും.
അവരുടെ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 5 years എത്ര കിട്ടും? 13:6 കിട്ടും. അപ്പൊ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ഇതേ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇത് വേറെ 1-2 മെത്തേഡിലൂടെ ചെയ്യാം. അത് വേറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. തക്കാലം ഇതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കും. ഹായ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സാധാരണ എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ക്വസ്റ്റ്യൻ വായിക്കാം. എന്തായിരുന്നു? ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് ലച്ചു ആൻഡ് ലെല്ലു ഈസ് 4:3. The total of their ages is 2.8 decades. The ratio of their ages after 0.8 decade will be. നമുക്ക് ഒരു 0.8 ഡെക്കേഡിന് ശേഷമുള്ള അവരുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തായിരുന്നു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ? 1 decade is 10 years. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ചിലപ്പോൾ എക്സാമിന് ഈ ഒരു കാര്യം തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഡെക്കേഡിനെ കാണുമ്പോൾ അയ്യോ ഇത് എന്താണ് 2.8 എന്നൊക്കെ സം വന്നത്? അപ്പൊ ഡൗട്ട് വരരുത്. എന്തായിരുന്നു? 1 decade എന്ന് വെച്ചാൽ 10 year ആയിരുന്നു. അപ്പൊ 2.8 decade എന്ന് വെച്ചാൽ എത്രയായിരിക്കും അർത്ഥം? 28 years ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ ആൻസർ ആയി. അപ്പൊ 2.8 ഡെക്കേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 2.8 into 10 എത്ര കിട്ടും? 28 years എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് ലച്ചു ആൻഡ് ലെല്ലു ഈസ് 4:3. ലച്ചുവിന്റെയും ലെല്ലുവിന്റെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ എത്രയായിരുന്നു? ഒരു 4:3 ആയിരുന്നു. നമുക്ക് എഴുതി നോക്കാം. ലച്ചു ലെല്ലു അവരുടെ റേഷ്യോ എത്രയായിരുന്നു? 4:3 ആയിരുന്നു. നമുക്കറിയാം ആരുടെയെങ്കിലും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ വെച്ച് അവരുടെ പ്രസന്റ് ഏജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഏത് റേഷ്യോനെയും അതിന്റെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു എക്സ് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. എങ്കിൽ ലച്ചുവിന്റെ ഏജ് എത്രയായിരിക്കും? പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 4x ആയിരിക്കും. ലെല്ലുവിന്റെ പ്രസന്റ് ഏജ് എത്രയായിരിക്കും? ഒരു 3x ആയിരിക്കും. എന്നിട്ടിവിടെ പറയുന്നു ദ ടോട്ടൽ ഓഫ് ദെയർ ഏജസ് ഈസ് 28 years. നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയുന്നു 2.8 ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 28 years ആയിരുന്നു. അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോ ഞാൻ അവരുടെ പ്രസന്റ് ഏജ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ലച്ചുവിന് ഒരു 4x ഏജ് ഉണ്ട്, ലെല്ലുവിന് ഒരു 3x ഏജ് ഉണ്ട്. എങ്കിൽ ഇവരുടെ സം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്? 28 years ആണെന്ന് പറയുന്നുണ്ട്. അതായത് 4xന്റെയും 3xന്റെയും സം ആയിരിക്കും ഉറപ്പായിട്ട് എന്ത്? 28. എങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലച്ചുവിന്റെയും ലെല്ലുവിന്റെയും പ്രസന്റേജും കിട്ടും. സോൾവ് ചെയ്യാം. എത്ര കിട്ടും? 4x plus 3x 7x is equal to 28 എന്ന് കിട്ടും. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായി? 4 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 4 കിട്ടിയാൽ ഈ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലച്ചുവിന്റെയും ലെല്ലുവിന്റെയും ആക്ച്വൽ ഏജ് പ്രസന്റ് ഏജ് എത്രയാണ് കിട്ടും. എങ്കിൽ ലച്ചുവിന്റെ ഏജ് എത്ര കിട്ടും? 4x. ലച്ചുവിന്റെ ഏജ് എത്ര കിട്ടും? ഇവിടോട്ട് എഴുതാം. ലച്ചുവിന്റെ പ്രസന്റ് ഏജ് എത്ര കിട്ടി? 4 into എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു? 4. 4 into 4 16 കിട്ടും. അതുപോലെ തന്നെ ലെല്ലുവിന്റെ ഏജ് ആണെങ്കിലോ റേഷ്യോ എത്രയായിരുന്നു? ലെല്ലുവിന്റെ 3 ആയിരുന്നു. 3 into 4 എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അപ്പൊ രണ്ടുപേരുടെയും പ്രസന്റ് ഏജ് നമുക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ചോദിച്ചേക്കുന്ന ഇതാണ് ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 8 years. ആഫ്റ്റർ 0.8 decades എന്ന് വെച്ചാൽ 0.8 into 10 8 years. എങ്കിൽ ഇപ്പോഴുള്ള അവരുടെ ഏജ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു 8 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഏജ് അല്ല, 8 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അവരുടെ 8 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഏജ് കണ്ടുപിടിക്കാം. ആഫ്റ്റർ 8 years ലച്ചുവിന്റെ ഏജ് എത്രയായിരിക്കും? പ്രസന്റ് ഏജിൽ ലച്ചുവിന് എത്ര ഉണ്ടായിരുന്നു? 16 year ആയിരുന്നു. പ്രസന്റ് ഏജിൽ ലച്ചുവിന് എത്ര ഉണ്ടായിരുന്നു? 16 year ആയിരുന്നു. എങ്കിൽ 8 വർഷം കൂടി കഴിഞ്ഞാൽ ലച്ചുവിന് എത്ര വർഷം കിട്ടും? 16 plus 8. ഇപ്പോൾ 16 വയസ്സുണ്ട് ലച്ചുവിന്. ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ ലച്ചുവിന് എത്ര വയസ്സാവും? 16 plus 8 24 year ആവും. അപ്പം 8 വർഷത്തിന് ശേഷമുള്ള ലച്ചുവിന്റെ ഏജ് ആയി. അതുപോലെ തന്നെ 8 വർഷത്തിന് ശേഷമുള്ള ലെല്ലുവിന്റെ ഏജും കണ്ടുപിടിക്കണ്ടേ? ലെല്ലുവിന്റെ ഏജ് എത്രയായിരുന്നു? പ്രസന്റ് ഏജിൽ ലെല്ലുവിന് എത്രയായിരുന്നു? 12 year ആയിരുന്നു. വീണ്ടും ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ ലെല്ലുവിന് എത്ര വയസ്സാവും? 12 plus 8 20 ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അവരുടെ ഏജ് ആണ് വേണ്ടത് എന്നായിരുന്നു ചോദിച്ചെങ്കിൽ നമുക്ക് ആൻസർ ആയി 8 വർഷത്തിന് ശേഷമുള്ളവർ ഏജ് ആയി. പക്ഷേ ഏജ് അല്ല ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താണ്? അവരുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. 8 വർഷം കഴിഞ്ഞാൽ ലച്ചുവിന്റെയും ലെല്ലുവിന്റെ റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ ഈ ഏജിനെ നമ്മൾ വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റേഷ്യോ ഓഫ് ലച്ചു ആൻഡ് ലെല്ലു എന്ത് കിട്ടും? എത്ര കിട്ടും നോക്കാം. എത്രയായിരുന്നു? 24 and 20 അല്ലേ? 24:20. ഇതായിരിക്കും നമ്മൾ റേഷ്യോ ആയിട്ട് വരുന്നത്. പക്ഷെ റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന വാല്യൂവിന് ഏറ്റവും സിമ്പിൾ രൂപത്തിൽ, ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതിയല്ലേ പറ്റൂ. അപ്പോൾ ഇതിന് ഏറ്റവും വെട്ടിക്കളയാൻ ഏറ്റവും ചെറുതാക്കിയാൽ എത്ര കിട്ടും? രണ്ടും ഒരു 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 4 into 6 4 into 5. അപ്പോൾ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 8 years എത്ര കിട്ടും? ഒരു 6:5 എന്ന് കിട്ടും.
അപ്പൊ ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ഈസിയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ 0.8 ഡെക്കേഡ് അല്ലെങ്കിൽ 2.8 ഡെക്കേഡ് എന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനെ ഡെക്കേഡ് എന്ന് വെച്ചാൽ 10 years into 10 years എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ റേഷ്യോയും അവരുടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം തന്നു കഴിഞ്ഞാലും ആ ഒരു റേഷ്യോനെ കൺവേർട്ട് ചെയ്ത് ഏജ് ആക്കുക. ആ ഏജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഏജ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ പ്രസന്റ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, ചിലപ്പം ആഫ്റ്റർ 10 years, ആഫ്റ്റർ 8 years അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റ് ക്വസ്റ്റിന്റെ അവസാനം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചേക്കുക. കാരണം ഇതിന്റെ ആൻസർ ഓപ്ഷനിൽ ചിലപ്പോൾ ഇതിന്റെ റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഇതെടുത്ത് റേഷ്യോ ആക്കി എഴുതും. കാരണം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അതായിരിക്കും ആൻസർ എന്ന്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും 8 വർഷത്തിന് ശേഷമാണ് അല്ലെങ്കിൽ 4 വർഷത്തിന് മുമ്പാണ് അവരുടെ വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എറർ വരാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്കൊരു മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏജസിനകത്തെല്ലാം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. വലിയ ടഫ് രീതിയിൽ വായിക്കാൻ മനസ്സിലാകാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ കളയുന്ന മാർക്കേ ഉണ്ടാവുള്ളൂ. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ട് ആൻസർ തെറ്റിപ്പോയി അതിന്റെ ഒരു മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് ശീലിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് വരുന്നതെന്ന് അറിയാൻ പറ്റും. അത് സോൾവ് ചെയ്ത് പോയാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഏജസ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? രാജീവ്സ് ഏജ് ആഫ്റ്റർ 15 years will be 5 times his age 5 years back. What is the present age of രാജീവ്? കാണുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. പക്ഷെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നോക്കി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന്. രാജീവ്സ് ഏജ് ആഫ്റ്റർ 15 years will be 5 times of his age 5 years back. രാജീവിന്റെ ഏജ് 15 വർഷം, ഇപ്പോൾ എത്രയാണ് ഏജ്, അത് 15 വർഷത്തിന് ശേഷമുള്ള ഏജ് കണക്കാക്കിയാൽ അയാൾക്ക് 5 വർഷത്തിന് മുമ്പുള്ള ഏജിന്റെ 5 മടങ്ങായിരിക്കും ഈ പറഞ്ഞ 15 വർഷത്തിന് ശേഷമുള്ള അയാളുടെ ഏജ്. എങ്കിൽ അയാളുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ സാധാരണ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു സാധാരണ രീതിയിൽ ചെയ്താൽ? നമ്മൾ ആദ്യം വിചാരിക്കുന്നു രാജീവിന്റെ പ്രസന്റ് ഏജ് ഓഫ് രാജീവ് ഞാൻ വിചാരിച്ചു ഒരു എക്സ് ഏജ് ആണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ രീതി പറയുകയാണ്. പ്രസന്റ് ഏജ് ഓഫ് രാജീവ് എക്സ് ആണെങ്കിൽ പറയുന്നു 15 years ago, ഒരു 15 years agoയിലുള്ള രാജീവിന്റെ ഏജ് എത്രയായിരിക്കും? ഇപ്പോൾ രാജീവിന് എക്സ് വയസ്സായിരുന്നു എങ്കിൽ 15 വർഷത്തിന് മുമ്പ് രാജീവിന് എത്ര വയസ്സുണ്ടാവും? ഒരു എക്സ് മൈനസ് 15 ഉണ്ടാവും. ഇതേപോലെ തന്നെ വേറൊരു കഥ പറയുന്നുണ്ടല്ലോ, 5 years ബാക്ക്. 15 years ആഫ്റ്റർ അല്ലേ പറയുന്നത്, 15 years എഗോ അല്ല, 15 years ആഫ്റ്റർ. അപ്പം എക്സ് പ്ലസ് 15 വരും. ഇനി പറയുന്നത് 5 years ബാക്ക്, 5 years എഗോ. 5 years എഗോ ആണെങ്കിലോ രാജീവിന്റെ ഏജ് എക്സ് മൈനസ് 5 വരും. അതായത് ഇപ്പോൾ ഒരു 50 വയസ്സുണ്ടെങ്കിൽ ആഫ്റ്റർ 15 എന്ന് വെച്ചാൽ 50 പ്ലസ് 15 ആയിരിക്കും, 65 വയസ്സായിരിക്കും ഒരു 15 വർഷത്തിന് ശേഷം. ഒരു 5 years എഗോ, 5 years ബാക്ക് ആണെങ്കിലോ എത്രയായിരിക്കും? ഇപ്പൊ എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 5 വയസ്സ് കുറവായിരിക്കും അപ്പോഴത്തെ വയസ്സ്. സാധാരണ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി വേരിയബിൾ ഇട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? രാജീവ് ഏജ് 15 years ആഫ്റ്റർ വിൽ ബി. 15 years ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എക്സ് പ്ലസ് 15 ആണ്. ഇതല്ലേ രാജീവിന്റെ ഏജ് 15 years ആഫ്റ്റർ. അതെന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 5 times of 5 years ബാക്ക്. 5 years ബാക്കിലുള്ള ഏജിന്റെ 5 times ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അതേ എഴുതിയാൽ മതി. രാജീവിന് 15 വർഷത്തിന് ശേഷമുള്ള ഏജ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് മുമ്പുള്ള ഏജിന്റെ 5 times ആണ്. ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ ആയില്ലേ? സോൾവ് ചെയ്ത് നോക്കാം. എത്ര കിട്ടുന്നു? എക്സ് പ്ലസ് 15 ഇസ് ഈക്വൽ ടു 5x മൈനസ് 25. എത്ര കിട്ടി? 5x മൈനസ് എക്സ് 4x ഇസ് ഈക്വൽ ടു 15 പ്ലസ് 25 30 40 കിട്ടും. 4x ഇസ് ഈക്വൽ 40, x ഇസ് ഈക്വൽ ടു 10 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രാജീവിന്റെ പെർസെന്റേജ് അല്ലേ? രാജീവിന്റെ പെർസെന്റേജ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ജസ്റ്റ് ഇക്വേഷൻ ആക്കുക, സോൾവ് ചെയ്യുക. അത്രയും സിമ്പിൾ ആണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ചെയ്യാൻ എളുപ്പവഴികളൊക്കെ ഉണ്ട്. ഒരുപാട് എളുപ്പവഴികൾ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഒരു സിമ്പിൾ മെത്തേഡ് മാത്രം പറഞ്ഞു പോകുന്നത്. ഇതിന്റെ എല്ലാം ഷോർട്ട് കട്ട് മെത്തേഡുകളും ഭാവിയിൽ പറഞ്ഞു തരും, പേടിക്കേണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദി സം ഓഫ് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 60 years. 5 years ago, father's age was 4 times age of son. So now the son's age will be. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരുപാട് എളുപ്പവഴികളുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയായി ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കിയത് എങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു സമ്മിന്റെ കാര്യം പറയുന്നുണ്ട് പ്രസന്റേജില്, പിന്നെ അവരുടെ റേഷ്യോന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ആദ്യം റേഷ്യോന്റെ ഉള്ള കാര്യത്തിലേക്ക് പോകാം. ഫാദേഴ്സ് ഏജ് വാസ് 4 times ഓഫ് ഏജ് ഓഫ് സൺ. എപ്പോഴായിരുന്നു? 5 years എഗോ. അപ്പൊ ഒരു 5 years എഗോയിലുള്ള കാര്യം നോക്കാം. 5 years എഗോയിലുള്ള
സണ്ണിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ് ആയിട്ട് എടുത്തു, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധാ ട്രഡീഷൻ മെത്തേഡ്. കാരണം റേഷ്യോ ഉള്ളിടത്തല്ലേ നമുക്കൊരു ഐഡിയ തുടക്കം വേണ്ടേ. അപ്പോൾ അവിടെ ഒരു റിലേഷൻ പറയുന്നത് എവിടെയാണ്? 5 വർഷത്തിന് മുമ്പാണ്. അതുകൊണ്ട് 5 വർഷത്തിന് മുമ്പുള്ള സണ്ണിന്റെ ഏജ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അപ്പോഴുള്ള ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? 5 years ago ഫാദേഴ്സ് ഏജ് വാസ് 4 times ഓഫ് ഏജ് ഓഫ് സൺ. സണ്ണിന് എത്ര ഏജ് ഉണ്ടോ അതിന്റെ 4 times ആയിരിക്കും ഫാദറിന്റെ ഏജ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഏജ് ആയില്ലേ, റേഷ്യോ ആക്കി അതിനെ എക്സ് ഇട്ട് മൾട്ടിപ്പിൾ ചെയ്തു അവരുടെ ആക്ച്വൽ ഏജ് ആക്കി. 5 വർഷത്തിന് മുമ്പ് സണ്ണിന് X വയസ്സായിരുന്നു, ഫാദറിന് 4X വയസ്സായിരുന്നു. എങ്കിൽ പ്രസന്റേജിലെ സണ്ണിന്റെ ഏജ് എത്രയായിരിക്കും? X+5 ആയിരിക്കും. ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? 4X+5 ആയിരിക്കും. കാര്യം മനസ്സിലായോ? കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് മുമ്പുള്ളതായിരുന്നു. പ്രസന്റേജ് ആക്കാൻ വേണ്ടി അവർക്ക് രണ്ടുപേർക്കും വയസ്സിന്റെ കൂടെ ഓരോ 5 വയസ്സ് വീതം അധികം കൊടുത്തു. എന്നിട്ട് നോക്കുന്നു പ്രസന്റേജിലെ അവരുടെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 60 ആയിരുന്നു. പ്രസന്റേജിലെ അവരുടെ സം എത്രയായിരുന്നു? 60 ആയിരുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്ത ആൻസർ ആയില്ലേ? നോക്കാം എത്രയാണ്. X+5+4X+5 4X+X 5X 5+5 10 5X+10 is equal to 60 5X is equal to 50 X is equal to 10. എക്സിന്റെ വാല്യൂ 10 എന്ന് കിട്ടി. പക്ഷേ ഈ എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 5 year എഗോയിലുള്ള സണ്ണിന്റെ ഏജാണ്. 5 year എഗോയിലുള്ള സണ്ണിന്റെ ഏജാണ് എക്സ്. നമുക്ക് വേണ്ടത് പ്രസന്റേജ് ഓഫ് സൺ ആണ്. അപ്പൊ പ്രസന്റേജ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 + 5 50 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ്, വേറെ പുതിയ മെത്തേഡുകളൊന്നുമില്ല. ഏജസ് അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈസി ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ഇതുപോലെ ചിന്തിച്ചാലും മതി. ഇതല്ലാണ്ട് വേറെയും ഒരുപാട് രീതിയിൽ ചിന്തിക്കാം. മൈൻഡ് കാൽക്കുലേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ എന്താണെന്ന്. പ്രസന്റേജിലെ അവരുടെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 60 ആയിരുന്നു. ഒരു 5 വർഷത്തിന് മുമ്പുള്ള അവരുടെ റേഷ്യോ എന്ന് വെച്ചാൽ എത്രയായിരുന്നു? ഒരു 4:1 ആയിരുന്നു എന്നല്ലേ പറയുന്നത്? ഒരു 5 വർഷത്തിന് മുമ്പുള്ള അവരുടെ റേഷ്യോ എന്ന് വെച്ചാൽ ഫാദർ ഈസ്റ്റ് സൺ 4:1 അല്ലേ? എങ്കിലും ആലോചിച്ച് നോക്കിയേ, ഒരു 5 വർഷത്തിന് മുമ്പുള്ള അവരുടെ സം എത്രയായിരിക്കും? പ്രസന്റേജിലെ സം എന്ന് പറഞ്ഞാൽ 60 ആണ്. പ്രസന്റേജിലെ ഫാദറും സണ്ണും തമ്മിലുള്ള സം എന്ന് വെച്ചാൽ 60 ആണ്. എങ്കിൽ 5 വർഷത്തിന് മുമ്പുള്ളവരുടെ സം എത്രയായിരിക്കും? 5 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ ഫാദറിന്റെ ഏജ് ഒരു 5 year കുറയും, സണ്ണിന്റെ ഏജ് ഒരു 5 year കുറയും. എങ്കിൽ ആ ഒരു 5 വർഷത്തിന് മുമ്പുള്ളവരുടെ സം എത്രയായിരിക്കും? 60 - 5 - 5 50 കിട്ടത്തില്ലേ? എങ്കിൽ ഫാദറിന്റെ ഏജ് ഒരു 5 years എഗോ ആണെങ്കിൽ അതൊരു 4:1 ആയിരുന്നു. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ ഈ എക്സ് എന്ന് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി 4Xഉം 1Xഉം 5 വർഷത്തിന് മുമ്പുള്ളവരുടെ സം എത്ര കിട്ടി? 50 എന്ന് കിട്ടി. അതെന്താ 50 എന്ന് കിട്ടിയത്? പ്രസന്റേജിലെ സം നമുക്കറിയാം 60 ആണെന്ന്. അപ്പൊ അതിൽ നിന്ന് 5 വർഷത്തിന് മുമ്പുള്ള അവരുടെ സമ്മിലേക്ക് എത്തിക്കാൻ രണ്ടുപേരുടെയും വയസ്സ് 5 വീതം കുറയ്ക്കുന്നു. എത്ര കിട്ടി? 50 കിട്ടി. 5X is equal to 50 എന്ന് കിട്ടി. X is equal to X എത്ര കിട്ടി? 10 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 5 years എഗോയിലുള്ള സണ്ണിന്റെ ഏജ്. എങ്കിൽ പ്രസന്റേജ് ഓഫ് സൺ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്, വേറെ വലിയ ഇക്വേഷൻ ഒന്നും വേണ്ട, സമ്മൊന്നും ചെയ്യേണ്ട, ഈസി ആയിട്ട് നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ കിട്ടും. ഇതുപോലെ ഇനിയും ഒരുപാട് മെത്തേഡുകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നതൊക്കെ മനസ്സിലാവില്ല. തക്കാലം നിങ്ങൾ ഇതൊക്കെ പഠിച്ച് കുറച്ച് നല്ല ഐഡിയ ആകും. കുറച്ച് അധികം മെത്തേഡുകളുണ്ട്, അത് നമുക്ക് വീണ്ടും പറയാം. വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും വരാം. ശരി, എങ്കിൽ ബൈ.